അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 ദിക്റുകളാണ് പറയുന്നത്. ഈ 3 ദിക്റുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങൾ വലിയ മാറ്റം സംഭവിക്കാൻ കാരണമാകുന്നുള്ളതാണ്. അത്രമേൽ പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്. ഈ ദിക്ർ ആരെങ്കിലും പ്രഭാതത്തിൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ ആ ദിവസം മുഴുവനും അവന് വലിയ ബറക്കത്തുണ്ടാകും. ഇത് വൈകുന്നേരം സമയങ്ങളിൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ ആ രാത്രി മുഴുവനും അവന് ബറക്കത്തുണ്ടാകും. അപ്പോൾ രാവിലെയുടെ പകലിൻ്റെ തുടക്കം, അപ്പോൾ ഒരു സുബഹി നിസ്കാരത്തിന് ശേഷം എന്ന് സങ്കല്പിക്കുക. പകലിൻ്റെ തുടക്കത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, ചൊല്ലുകയാണെങ്കിൽ ആ പകൽ മുഴുവനും അവന് ഖൈറും ബറക്കത്തും സന്തോഷവും ലഭിക്കും. ഇനി രാത്രിയുടെ തുടക്കം, അത് മഗ്‌രിബിന് ശേഷമാണല്ലോ. മഗ്‌രിബിന് ശേഷം ഇത് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റേതായ ആ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ദിക്റാണ് അതിലൊന്ന്. അത് രാവിലെ ചെല്ലാനുള്ളതും വൈകുന്നേരം ചെല്ലാനുള്ളതും ഉണ്ട്. അതേപോലെ തന്നെ അത്രമേൽ ഇതൊക്കെ നമുക്ക് അറിയുന്നൊരു ദിക്റും കൂടെയാണ്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ചൊല്ലുന്നതായിരിക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ചൊല്ലുക, ഒരു ദിവസം ഒഴിവാക്കാതെ ചൊല്ലുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഖൈറിൻ്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് കൃത്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുകയും സ്വഹാബാക്കളൊക്കെ ചൊല്ലിയതും പൂർവ്വസൂരികളൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് നേട്ടങ്ങൾ ലഭിച്ചതുമായ ദിക്റുകളാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ച വാട്സപ്പ് നമ്പറിൽ നല്ല ദീനി ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്തേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. ഇന്ന് പലപ്പോഴും മക്കളൊക്കെ വഴിപിഴച്ച് പല രൂപത്തിലായത് നമ്മൾ കൃത്യമായിട്ട് അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാത്തത് കൊണ്ടാണ്. നല്ല ദീന് പഠിപ്പിക്കണം, അതോടുകൂടെ ഭൗതിക വിദ്യാഭ്യാസവും പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. പക്ഷേ എല്ലാം പഠിപ്പിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. നമ്മളവർക്ക് ഡിഗ്രി എടുക്കാനുള്ള അവസരം കൊടുത്തു, PGക്കുള്ള അവസരം കൊടുത്തു, ഡോക്ടറേറ്റ് ആക്കി, എല്ലാം ചെയ്തിട്ടും അവർ ദീൻ അവർക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരു വിലയുണ്ടാവില്ല. തോന്നിയതുപോലെ നടക്കും, നമുക്കൊന്നും കിട്ടൂല, അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ഈ മക്കളൊക്കെ എതിരാകുമെന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടും. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല ചിട്ടയിൽ തന്നെ വളർത്തുക. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള മക്കളെയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി 9ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അതേപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് വരികയാണ്. റമളാനിൻ്റെ നോമ്പുതുറ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ നോമ്പുതുറ. അതൊരു 50 പേരുടെ നോമ്പുതുറ, 20 പേരുടെ നോമ്പുതുറയൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കാം. വലിയൊരു പുണ്യകരമായ കർമ്മമാണ്. വിശുദ്ധ റമളാൻ, അടുത്ത റമളാൻ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഉള്ളത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നാണല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പ്രഭാതത്തിൽ ഇതാരെങ്കിലും ചൊല്ലിയാൽ ആ പകൽ മുഴുവനും അവന് വലിയ ബറക്കത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മക്കളുണ്ടായിട്ട് കാര്യമില്ല, വലിയ വീടുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചില നല്ല കോടീശ്വരന്മാരാണ്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് അയക്കണേ, അതിൽ കേസിൽ പെട്ടിട്ട് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മുഴുവൻ ആ വലുതായി ഉണ്ടാക്കിയ ആ സ്വത്തും ആ വീടും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. മക്കളെ കൊണ്ടൊരു ഉപകാരമില്ല. മക്കളൊക്കെ ഏതെല്ലോ കേസുകളിൽ പെട്ട് ജയിലിലാണുള്ളത്. അപ്പോൾ മക്കൾ കുറേ ഉണ്ടാവുകയെന്നോ, അല്ലെങ്കിൽ 4-5 മക്കൾ ഉണ്ടാവുകയെന്നോ, അല്ലെങ്കിൽ വലിയ വീടുണ്ടാവുക എന്നോ, സമ്പത്ത് കുറേ ഉണ്ടാവുക എന്നൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനം. ഉള്ളത് ബറക്കത്തുണ്ടാവുക എന്നാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് ആകെ മാസത്തിലൊരു 8,000 രൂപ 10,000 രൂപയൊക്കെ സാലറി ഉണ്ടാവുള്ളൂ. അവർക്ക് പറയാൻ മാത്രം വലിയ വീടൊന്നുമില്ല, വലിയൊരു വാഹനമില്ല, ഒരു ചെറിയ 2 വീലർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ സ്വർഗ്ഗതുല്യമായിട്ടാണ് ജീവിക്കുന്നത്. ബറക്കത്തുണ്ടായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ ഓരോ ദിവസത്തെ ചിലവും കഴിഞ്ഞ് ഒരു 200 രൂപ മാറ്റി വെക്കാനുള്ള
ഇത് അവരുടെ കയ്യിലുണ്ട്. ഒരു മാസം കൂടുമ്പോൾ ഒരു 6000 8000 റുപ്യ അവർക്ക് മിച്ചം വരുന്നുണ്ട്. എന്നാൽ 1.5 ലക്ഷം 2 ലക്ഷം സാലറി വാങ്ങുന്ന ആൾക്ക് മാറ്റിവെക്കാനൊന്നും വരുന്നില്ല, സമാധാനവും ഇല്ല. അങ്ങനെ ബർക്കത്തുള്ള ജീവിതമാണെങ്കിൽ അതൊരു ഓലമേഞ്ഞ ചെറ്റക്കുടിലാണെങ്കിലും സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ബർക്കത്തില്ലാതെ ഒരുപാട് സമ്പത്തും ഒരുപാട് മക്കളും വലിയ കൊട്ടാരം ഉണ്ടായി കഴിഞ്ഞാലും അതിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. മനസ്സാന്നിധ്യത്തോടുകൂടെ റാഹത്തായിട്ട് ഒരു സെക്കൻഡ് പോലും കണ്ണടക്കാൻ പോലും സാധിക്കില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിൻ്റെ പ്രാധാന്യം. ആ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ടത്. അതാണ് ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത്. ഇതിൽ ആദ്യത്തെ ദുആ എന്ന് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, പകൽ മുഴുവനും ബറക്കത്ത് ലഭിക്കാൻ എല്ലാ ദിവസവും രാവിലെ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു വഹുദ വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദ. ഇത് വളരെ പവിത്രമേറിയൊരു ദുആ ആണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് അബൂ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു ദിവസം ഒഴിവാക്കാതെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ വിർദുൽ ലത്തീഫ് ചൊല്ലുന്നുണ്ടല്ലോ, അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ വിർദുൽ ലത്തീഫ് നമ്മളെ മജ്ലിസിലുണ്ട്, നിങ്ങളെല്ലാ പ്രഭാതത്തിലും പങ്കെടുത്താൽ മതി. എന്താ വിർദുൽ ലത്തീഫിലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ? ഈ വിർദുൽ ലത്തീഫിൽ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ വിർദുൽ ലത്തീഫ് ചൊല്ലിയാൽ ഇതും കിട്ടും, വേറെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. 70,000 മലക്കുകളുടെ കാവലൊക്കെ ലഭിക്കാൻ കാരണമാവും. അതുകൊണ്ട് വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാ അല്ലാ. അത് നമ്മളെല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നവർക്കറിയാം നമ്മൾ ചൊല്ലുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? നിങ്ങൾ നോക്കൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി തീർച്ചയായും ഞാൻ, അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറ ഹാദൽ യൗം ഈ ദിവസത്തിൻ്റെ നന്മകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തിൽ തിന്മകളൊന്നും ഉണ്ടാവരുത്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത്, പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത്. നന്മകളാണ് ഇന്നത്തെ ഈ ദിവസം വേണ്ടത്. ഒരു പ്രഭാതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഈ ചോദിക്കുന്നതല്ലേ. അതുകൊണ്ട് അതിന് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം ഈ ദിവസത്തിലെ ഖൈറിനെ, നന്മകളെ നിന്നോട് ചോദിക്കുന്നു. ഫത്ഹഹു ഈ ദിവസത്തിലെ ഈ വിജയത്തിനെയും ചോദിക്കുന്നു. അതായത് ഈ ദിവസം ഇടപെടുന്ന, ഇറങ്ങുന്ന, സമ്പർക്കം പുലർത്തുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകണം. വനസ്റഹു സഹായത്തിനെയും ചോദിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇന്ന് നമ്മൾ ഇന്ന് രാവിലെ ഇത് ചൊല്ലിയവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇറങ്ങുന്ന എല്ലാ വിഷയത്തിലും, അത് നമ്മളെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഹോസ്പിറ്റലിൽ പോയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, അപ്പോൾ അള്ളാഹുവിനോട് സഹായത്തിനെ ചോദിക്കുന്നു. വനൂറഹു പ്രകാശം, നൂറിനെ ചോദിക്കുന്നു. അത് നമുക്ക് ആവശ്യമാണ്. ഒരുപാട് വലിയ മായനാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, അത് നമുക്ക് ആവശ്യമാണ്. വബറകതഹു ഈ ദിവസത്തിലെ ബറക്കത്തിനെയും ചോദിക്കുന്നു. വഹുദാ ഈ ദിവസത്തിലെ സന്മാർഗത്തെയും ചോദിക്കുന്നു. നമുക്ക് ഹിദായത്ത് വേണം, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മൾ മുസ്തഖീമായ വഴിയിലായിരിക്കണം. ഹിദായത്ത് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന എല്ലാ വിഷയത്തിലും നല്ലൊരു വഴിയിലേക്ക്, നേർമാർഗത്തിലേക്ക് അത് വഴിയൊന്നും തെറ്റാതെ നല്ല റാഹത്തോടു കൂടെ എത്താനും കാരണമാകും എന്നുള്ളതാണ്. പിന്നെന്താണ് നമ്മളിതിൽ ദുആ ചെയ്യുന്നത്? വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദ ഈ ദിവസത്തിൽ. അപ്പോൾ ഖൈറിനെ ചോദിക്കുന്നു എന്ന് പറയലോടുകൂടെ തന്നെ ഈ ദിവസത്തിലെ ഷെറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നും കൂടെ ദുആ ചെയ്യുന്നുണ്ട്. ശരീരമാബാഴ ഈ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളിലും. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഈ ദുആ കൊണ്ട് ഈ ദിവസം മുഴുവനും ബറക്കത്ത് ലഭിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? തുടക്കത്തിൽ തന്നെ നമ്മളങ്ങനെ ദുആ ചെയ്യുന്നതുകൊണ്ട്. ഇനി നോക്കൂ, നമ്മളിനി മറ്റൊന്ന്, വൈകുന്നേരമായി കഴിഞ്ഞാൽ മഗ്‌രിബിന് ശേഷം നമ്മൾ ദുആ ചെയ്യേണ്ടത് അംസൈനാ വ അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈലത്തി ഫത്ഹഹാ വ നസ്റഹാ വ നൂറഹാ വ ബറകതഹാ വ ഹുദാഹാ വ അഊദു ബിക മിൻ ശർരി മാ ഫീഹാ വ ശർരി മാ ബഅദ. ഇതും വളരെ പവിത്രമേറിയതാണ്.
എങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? അതേപോലെ തന്നെ അല്ലാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു ഖൈറ ഹാദിഹിൽ ലൈല ഈ രാത്രിയിലുള്ള ഖൈറുകളെ ചോദിക്കുന്നു. അതിലുള്ള വിജയത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടണം. അതിലുള്ള വൻ അസ്റഹ സഹായത്തിന്, വൻ നൂറഹ വ ബറക്കത്തഹ വ ഹുദാഹ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ അർത്ഥം രാത്രിയിൽ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ബഅദ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഗുണം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചൊല്ലണം. നിങ്ങൾക്ക് അത്രമേൽ വിശ്വാസമുണ്ട്. വിശ്വാസത്തോടു കൂടെ ചൊല്ലിയാൽ അത്രമേൽ ഫലവും ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ 2 നമ്മൾ പറഞ്ഞു, ഇനി ഒരൊറ്റൊന്നും കൂടി നമ്മൾ 3 പറയാമെന്ന് പറഞ്ഞത്. അതിലൊന്ന് വളരെ പവിത്രമേറിയതാണ്. മഹാനരായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതിങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം നന്മകൾ അവൻ എഴുതപ്പെടും, 10 ലക്ഷം തിന്മകൾ അവന് മായ്ക്കപ്പെടും, 10 ലക്ഷം സ്ഥാനങ്ങൾ പദവികൾ അവന് ഉയർത്തപ്പെടും. തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നോക്കൂ നിങ്ങൾ റളിയല്ലാഹു അൻഹു, എത്ര വലിയ ഗുണമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ പോയിൻ്റ് നന്മയുടെ ഡിഫറൻറ്റേ ചിലപ്പോൾ മീസാൻ എന്ന തുലാസിൽ ആവശ്യം വരുള്ളൂ. ഇവിടെ 10 ലക്ഷം നന്മയാണ് ഒരൊറ്റ തവണ ചൊല്ലുന്നതുകൊണ്ട് കിട്ടുന്നത്. ചൊല്ലാൻ എത്ര സെക്കൻഡ്? 3-4 സെക്കൻഡ് ആവശ്യം. ചൊല്ലിയാലോ ലഭിക്കുന്നത് വലിയ ഗുണങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരം ദിക്റുകളും ദുആകളും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ ചൊല്ലണം, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം എന്ന് എപ്പോഴും പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 3 ദിക്റുകളും ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.